കാലം മാറി. അന്ന് ഒറ്റ ഷോട്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു. അന്ന് ദേവർ ലെജൻഡ്സ്. അവർ ചെയ്യുന്നതിനോടൊപ്പം ഇന്നത്തെ തലമുറ ചെയ്യുന്നത് വെച്ചിട്ട് കമ്പയർ ചെയ്യണ്ട. ഇന്നത്തെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, അത് വേറൊരു തലത്തിലാണ്. സിനിമാ വ്യവസായത്തിലേക്ക് വന്നത് ഒരു സംവിധാനത്തിൻ്റെ രീതിയിലായിരുന്നു തുടക്കത്തിൽ. കേരള യൂണിവേഴ്സിറ്റി തലത്തിൽ അഭിനയത്തിനൊക്കെ സമ്മാനം മേടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിലും ആ സമയത്തും അഭിനയവും അതിനോടൊപ്പം സംവിധാനവും ഉണ്ടായിരുന്നു. നല്ല സിനിമകളെ സ്വീകരിക്കുകയും മോശമാണെങ്കിൽ ഫസ്റ്റ് ഷോയിൽ തന്നെ അത് നിരസിക്കാൻ ഒരു മടിയുമില്ലാതെ പറഞ്ഞു പോകുന്ന പ്രേക്ഷകരാണ്. അങ്ങനെ പറഞ്ഞു പോകുമ്പോഴും അവർ വളരെ വ്യക്തമായി വാട്ട് ഈസ് ദ fault in it, what is the demerit of that particular film എന്നവർ ഊന്നി പറയാറുണ്ട്. ഒരിക്കലും കമ്പാരിസൺ ഇല്ല. ബിക്കോസ് ഡൊമിനിക് എന്ന് പറഞ്ഞ ഒരു ലെജൻഡ് ഫിലിമാണ്, മമ്മൂക്കയുടെ ഫിലിമാണ്. അപ്പോൾ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല ഒരിക്കലും. ഞാനൊരു കമ്പാരിസണിലേക്കൊന്നും ഒരിക്കലും ഞാൻ പോകുന്നില്ല. എപ്പോഴെങ്കിലും ഒരു കഥ കേട്ട് അതിൻ്റെ ഭാഗമാവാൻ പറ്റിയില്ല, പിന്നീട് ആ സിനിമ ഇറങ്ങി അതിനൊരുപാട് നല്ല റെസ്പോൺസ് വന്നു, അങ്ങനത്തെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്? പക്ഷെ അതൊന്നും ഞാൻ പേര് പറയുന്നത് ശരിയല്ല. ബിക്കോസ് ആ റോള് വേറെ ആൾ ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ട് ഞാനത് പറയുന്നത് ശരിയല്ല. ഞാൻ ചെയ്തിട്ടുള്ള വേഷവും മറ്റാരോ ചെയ്യാനിരുന്നതാണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതും ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊക്കെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നു, അത് വേറൊരാൾ ചെയ്യുന്നു. വേറെ ആൾ ചെയ്യുന്നതിലല്ല വിഷമം, നമുക്ക് പറ്റാതെ പോയതിലെ വിഷമം എനിക്കുണ്ടാവാറുള്ളൂ. വേറെ ആൾ ചെയ്യുന്നതിൽ ഒരിക്കലും വിഷമിക്കാറില്ല. കാരണം ഐ ഓൾവേസ് അപ്രീഷിയേറ്റ് ഒരു നല്ല മുഹൂർത്തങ്ങൾ ആരുടെയെങ്കിലും സ്ക്രീനിൽ കാണുമ്പോൾ ഞാനത് വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ മെസ്സേജ് ഇടുകയോ ചെയ്യുന്നതാണ് എൻ്റെ സ്വഭാവം. എനിക്ക് ഇഷ്ടമാണ് അഭിനയ മുഹൂർത്തങ്ങൾ. ഓരോ മനുഷ്യനും ഓരോ പോലീസ് വേഷം ചെയ്യുമ്പോഴായാലും ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴായാലും എല്ലാ മനുഷ്യനിലും ഓരോരോ ഭാവങ്ങളാണ് കാണാൻ കഴിയുക. ഓരോ കാര്യത്തെ ഒരു മരണവാർത്ത അറിയുമ്പോഴും ഓരോ മനുഷ്യനും അതിനെ സമീപിക്കുന്നതും അതിനെ ഉൾക്കൊള്ളുന്നതും വളരെ ഡിഫറെൻ്റാണ് ഓരോരുത്തരും. ചിലർ ചെറിയ ചിരിയോടെ ആയിരിക്കും, ചിലവരെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ചിരിക്കുന്നത് മരണവാർത്ത പറയുമ്പോഴൊക്കെ. അപ്പോൾ ഓരോരുത്തരും അത് ചിരിക്കുന്ന, ചിലത് വെളിയിലാണ് ചിരിക്കുന്നത്, ഉള്ളിൽ പൊട്ടിക്കരയായിരുന്നിരിക്കുക ആ സമയം. അപ്പോൾ ഓരോരുത്തരും അതിൻ്റെ എക്സ്പ്രഷൻ ഭയങ്കര ഡിഫറെൻ്റാണ്. അത് ചിലവരിൽ കാണുന്ന ഭാവങ്ങൾ ചില മുഹൂർത്തങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ്, അവിടെയാണ് സംതിങ് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് വിച്ച് കോൺകേഴ്സ് ദി ഓഡിയൻസ് എന്ന് നമുക്ക് പറയുന്നത്. അവിടെയൊക്കെ ആണ് നമ്മൾ വീണു പോകുന്നത്. അത് കൊച്ചു കുട്ടികളിൽ നിന്നും, ഞാൻ യുവജനോത്സവ വേദികളിലെല്ലാം മിക്കവാറും പോകുന്ന ഒരാളാണ്. യുവജനോത്സവ വേദികളിൽ നിന്നും സിനിമയുടെ വലിയ ബിഗ് സ്ക്രീനിലെ അഭിനയം വരെയുള്ള ഞാൻ വളരെ സൂക്ഷ്മതയോടെ ഇത് കാണാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കലോത്സവം നടക്കുന്നുണ്ടായിരുന്നല്ലോ, അതിന് പോയിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പ്രിൻസിപ്പളും കൂടെ ആയിരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും VRS എടുത്തു. ഞാൻ തീർച്ചയായിട്ടും എല്ലാ യുവജനോത്സവ വേദികളിൽ പോവും. ഐ ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ദി സ്റ്റുഡൻസ്. ഇപ്പം പഴയ സിനിമകളുടെയൊക്കെ അഡാപ്റ്റേഷൻസ് ഇപ്പം അല്ലെങ്കിൽ ബുക്കുകളുടെ എല്ലാം അഡാപ്റ്റേഷൻസ് ഒക്കെ ഇപ്പം വീണ്ടും സിനിമയാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ജനാർദ്ദനൻ സാറിൻ്റെ ഒരു സിനിമയുടെ ഒരു റീമേക്ക് പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ പോലെയോ വീണ്ടും ഒരു സിനിമയാക്കിയാൽ ഇപ്പം സുധീരേട്ടൻ അതിൻ്റെ ഒരു ഭാഗമാവണം എന്നുള്ളത്, ജനാർദ്ദനൻ സാറിൻ്റെ ഏത് സിനിമയായിരിക്കും അങ്ങനെ ഒരു ഭാഗമാവണം എന്നാഗ്രഹിക്കുന്നത്? എനിക്ക് ശ്രീ KG ജോർജ് ചെയ്ത മറ്റൊരാൾ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് ശ്രീ CB ബാലകൃഷ്ണൻ അദ്ദേഹം എഴുതിയതാണ്. അതൊക്കെ ഭയങ്കര രസമുള്ള സിനിമകളാണ്. ആ സിനിമയൊക്കെ മനസ്സിൽ, പക്ഷേ ശ്രീ KG ജോർജ് ഇല്ല. അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനത്തെ സിനിമകൾ അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ അച്ഛൻ ചെയ്ത വേഷം ഞാൻ ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അത് ചെയ്യരുത് എന്ന് ഞാൻ ആഗ്രഹിക്കും. ബിക്കോസ് അത് വേറൊരു തലത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്, അത് ഇന്നത്തെ ടെക്നോളജി വെച്ച് അതിനോട് അടുത്തോ അല്ലെങ്കിൽ ദൂരെയോ മാറിയോ, ഐ ഡോണ്ട് വാണ്ട് ടു ബി കമ്പയർഡ്. അങ്ങനെ ഒരിക്കലും പാടില്ല. കാലം മാറി. അന്ന് ഒറ്റ ഷോട്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നു. അന്ന് ദേവർ ലെജൻഡ്സ്. അവർ ചെയ്യുന്നതിനോടൊപ്പം ഇന്നത്തെ തലമുറ ചെയ്യുന്നത് വെച്ചിട്ട് കമ്പയർ ചെയ്യണ്ട. ഇന്നത്തെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, അത് വേറൊരു തലത്തിലാണ്. പക്ഷേ ഒരു കമ്പാരിസൺ വേണ്ട എന്നുള്ളതേ ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ട് അച്ഛൻ ചെയ്തതിൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്. മിമിക് ചെയ്യാറില്ല, സ്വാധീനിച്ചിട്ടുണ്ട്. പണ്ട് ഈ ഫിലിംസിൽ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞു, അതുപോലെ തന്നെ നാടകവേദികൾ ഇപ്പം പക്ഷേ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് ആയി. നമുക്ക് റീടേക്സ് ഒരുപാടുകൾ പോകാം. ഇപ്പം ഇന്നത്തെ ദിവസം ഷൂട്ട് ശരിയായില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാം, അങ്ങനെയുണ്ട്. അപ്പോൾ ഈ നാടകവേദികളിൽ നിന്നും സിനിമയിലോട്ടൊന്നും, സിനിമയിലെല്ലാം നാടകത്തിലെല്ലാം സ്പോട്ടാണ്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പോയി, ഓഡിയൻസിൻ്റെ അപ്പോഴുള്ള റിയാക്ഷനാണ്. അതിൽ നമുക്ക് ആർട്ടിസ്റ്റ് പിടിച്ച് നിന്നേ പറ്റുള്ളൂ.
സോ നാടകം ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആസ് ആൻ ആക്ടർ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? ഇതൊക്കെ ഞാൻ വളരെ കൊച്ചിലെ മുതലേ കേൾക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണത്. കാരണം ഇതൊരു നാടകത്തിൽ നിന്നും പണ്ടത്തെ കാലത്ത് സിനിമാ മേഖലയിൽ വരുന്ന ഏതാണ്ടൊരു മോർ ദാൻ 80% ഓഫ് ദി ആർട്ടിസ്റ്റ് കംസ് ഫ്രം തിയേറ്റർ. അങ്ങനെ ആയിരുന്നു ഒരു കാലം. പിന്നെയാണ് അത് മാറി തിയേറ്റർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടും ഡിഫറെൻ്റ് അല്ല, ആക്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിലും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതായിട്ടൊന്നൊരു സ്റ്റേജ് ആക്ടിങ്ങും ഫിലിം ആക്ടിങ്ങും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫിലിം ആക്ടിങ്ങിൽ തന്നെ ഓരോ ലെൻസിലും ചെയ്യുന്നതിൽ ഡിഫറെൻ്റ് ആണ്. ഓരോ മിഡ് ഫ്രെയിം ആയാലും ലോങ് ഷോട്ട് ആയാലും ക്ലോസപ്പ് ആയാലും ആക്ടേഴ്സ് ചെയ്യുന്നതിൽ അവർ ചോദിച്ചിട്ട് അതിനനുസരിച്ചാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഒരു ക്ലോസപ്പിൽ ചെയ്യുന്നതായിരിക്കില്ല ഒരിക്കലും ഒരു ലോങ് ഷോട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അവർ ചെയ്യുന്നതിൽ. അത് എക്സ്പീരിയൻസിനെ ആൾക്കാർ ചെയ്യുമ്പോൾ അത് കണ്ട് പഠിക്കേണ്ടതാണ് ആ വിധ അഭിനയ രീതികളെല്ലാം. ഡ്രാമ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സ്റ്റേജ് മീൻസ് ഒറ്റ ഇതിലല്ലേ, വി ഹാവ് ടു ക്യാരി ദി ക്യാരക്ടർ ടിൽ ദ എൻഡ്. മറ്റേതങ്ങനെയല്ല. ക്യാമറയുടെ മുമ്പ് ചെയ്യുമ്പോൾ അവിടെ മാത്രം എടുത്തിട്ട് അവിടെ തന്നെ നമ്മൾ വിട്ടിട്ട് പിന്നെ നമ്മൾ മൊണ്ടാഷസാണ്. പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അത് ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞോ ആയിരിക്കും ഷൂട്ട് ചെയ്തത്. നമ്മളത് ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലൊന്നും പോകുന്നില്ല. അതൊരു സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. എങ്കിലും അഭിനയം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്നതായാലും എന്തായാലും ശരി തന്നെ അഭിനയം എന്ന് പറയുന്നത് അത് നമ്മളുടെ ഈസ്റ്റേൺ കൾച്ചറിൽ പറയുന്നതായാലും വെസ്റ്റേണിലും പറയുന്നുണ്ട്. അഭിനയം എന്ന് പറയുന്നതിൻ്റെ ഷേക്സ്പിയറിയൻ അഭിനയം എടുത്തു കഴിഞ്ഞാലും ഏതെടുത്താലും അഭിനയം എന്ന് പറയുന്നത് എലിസബത്തിൻ സ്റ്റേജ് ആയാലും ഒരു ടൈപ്പ് ഓഫ് അഭിനയമാണ്. ബട്ട് അതിലെ സ്കെയിൽ ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. സിനിമയായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണെങ്കിൽ പലരും സിനിമ സംവിധാനത്തിലേക്ക് തിരിയുന്നൊരു കാലം കൂടെയാണ്. സുധീരേട്ടൻ്റെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ആദ്യം സിനിമാ വ്യവസായത്തിലേക്ക് വന്നതൊരു സംവിധാനത്തിൻ്റെ രീതിയിലായിരുന്നു തുടക്കത്തിൽ. കേരള യൂണിവേഴ്സിറ്റി തലത്തിൽ അഭിനയത്തിനൊക്കെ സമ്മാനം മേടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിലും ആ സമയത്തും അഭിനയവും അതിനോടൊപ്പം സംവിധാനവും ഉണ്ടായിരുന്നു. അറിയാൻ പറ്റില്ല. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച അത്യാവശ്യം സിനിമകൾ നല്ല രീതിയിൽ ഉണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലെ ഒരു സംവിധാനവും വേറെ ഒന്നും ഇപ്പോൾ പോകുന്നില്ല. നല്ല വേഷങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഐ ഓൾവേസ് ലവ് ആക്ടിങ് മോർ ദാൻ എനിത്തിങ്. ബെസ്റ്റ് ഈ മാസം 24-ന് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇതിൽ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട് ആൻഡ് ന്യൂ ഫേസസ് ഉണ്ട്. 24-ന് പ്രേക്ഷകരിലേക്ക് എത്താണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് നല്ല സിനിമകളെ സ്വീകരിക്കുകയും മോശമാണെങ്കിൽ ഫസ്റ്റ് ഷോയിൽ തന്നെ അത് നിരസിക്കാൻ ഒരു മടിയുമില്ലാതെ പറഞ്ഞു പോകുന്ന പ്രേക്ഷകരാണ്. അങ്ങനെ പറഞ്ഞു പോകുമ്പോഴും അവർ വളരെ വ്യക്തമായി വാട്ട് ഈസ് ദ ഫാൾട്ട് ഇൻ ഇറ്റ്, വാട്ട് ഈസ് ദ ഡീമെറിറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫിലിം എന്നവർ ഊന്നി പറയാറുണ്ട്. അങ്ങനെ അത്രത്തോളം വിലയിരുത്തുന്ന പ്രേക്ഷകർ തീർച്ചയായും ബെസ്റ്റ് പോലുള്ള പടങ്ങൾ കാണണം, കണ്ട് വിലയിരുത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നാണ് അഭിപ്രായം. വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് ഒരുപാട് റിലീസാകുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്, വിജയിക്കണം. അങ്ങനെ വിജയിച്ചാൽ മാത്രമേ നമുക്കെല്ലാം നിലനിൽപ്പുണ്ടാവുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇത് ചെറിയ ബഡ്ജറ്റ് ഫിലിം അല്ല ബെസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ലൊക്കേഷൻസും ഒരുപാട് ഫൈറ്റും ഒരുപാട് പാട്ടും ഒക്കെ ഉള്ള നല്ലൊരു ഫിലിമാണ്. അതും കണ്ട് വിജയിപ്പിക്കണം. 24-ാം തീയതി ഈ ജാനുവരിയിൽ റിലീസാണ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് പ്രൊമോട്ട് അവർ ബെസ്റ്റ്. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഞാനൊരു ആർട്ടിക്കിളിൽ തന്നെ വായിച്ചാണ് ഈ സിനിമകൾ പലപ്പോഴും നല്ല സിനിമയാണെങ്കിൽ പോലും പ്രൊമോഷൻ കുറഞ്ഞു പോകുന്നത് കാരണം ആൾക്കാരിലേക്ക് എത്താതെ പോകുന്നു എന്നുള്ളൊരു കാര്യം ചേട്ടൻ പറഞ്ഞതായിട്ട് ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കേട്ടപ്പം സത്യമാണെന്ന് തോന്നി. പലപ്പോഴും പല സിനിമകളും ആൾക്കാരിലേക്ക് എത്തില്ലായിരിക്കും, പക്ഷേ കണ്ടന്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പെർഫോമൻസ് ആണെങ്കിലും കഥയായാലും സ്ക്രീൻ പ്ലേ ആയാലും എല്ലാം കൊണ്ടും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള സിനിമകളുടെ, അതായത് ഇപ്പോൾ ഇതിനൊപ്പം തന്നെ സൂപ്പർ സ്റ്റാറിൻ്റെ ഡൊമിനിക് എന്ന് പറയുന്ന മൂവി റിലീസാവുന്നുണ്ട്. ഇതിന് എങ്ങനെയായിരിക്കും ശരിക്കും ഇതിൻ്റെ പ്രൊമോഷൻസ് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന രീതി എങ്ങനെയായിരിക്കും? ഒരു കമ്പാരിസൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും കമ്പാരിസൺ ഇല്ല. ബിക്കോസ് ഡൊമിനിക് എന്ന് പറഞ്ഞ ഒരു ലെജൻഡ് ഫിലിമാണ്, മമ്മൂക്കയുടെ ഫിലിമാണ്. അപ്പോൾ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല ഒരിക്കലും. നെവർ. ഞാനൊരു കമ്പാരിസണിലേക്കൊന്നും ഒരിക്കലും ഞാൻ പോകുന്നില്ല. അത് അതിൻ്റെതായ ഒരു ഓഡിയൻസ് ഉണ്ട്, അത് പ്രത്യേകം തന്നെ പോകണം, അത് വിജയിക്കുകയും വേണം. അതിനോടൊപ്പം ഈ ചെറിയ സിനിമകളും, ചെറുതെന്ന് പറയുന്നില്ലെങ്കിലും ഈ സിനിമയും വിജയിക്കേണ്ടത് ഒരു ആവശ്യമാണ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമുക്ക് പറയുന്നത് മിക്കവാറും ഞാനത് പറയാൻ കാര്യം, അത് കഴിഞ്ഞ് പിന്നെ ചാനലിലോ OTT-ലോ വരുമ്പോഴാണ് അയ്യോ ആ സിനിമ നമ്മൾ കണ്ടില്ലല്ലോ തിയേറ്ററിൽ എന്ന് പലപ്പോഴും പലവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
അത് ഭയങ്കര വിഷമം തോന്നും. അത് പ്രൊഡ്യൂസറിനാണ് പിന്നെയും വിഷമം തോന്നുന്നത്. ആർട്ടിസ്റ്റിന് ശരിക്കും വിഷമം തോന്നും. ED എന്ന് പറയുന്ന സിനിമ പോലും നമ്മൾ വിചാരിച്ചൊരു ഹൈപ്പ് തിയേറ്ററിനകത്തേക്ക് ഇടിച്ച് കയറുന്നത് ആദ്യം ഉണ്ടായില്ല എന്നുള്ളത്. പിന്നെ ആൾ കയറി. ആദ്യം ഉണ്ടായില്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യമാണ്. നല്ലൊരു കണ്ടൻറ്റാണ്. ആ കോണ്ടൻറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഇടിച്ചു കയറ്റം ആദ്യം ഉണ്ടായില്ല എന്നുള്ളത്, അതൊക്കെയാണ് വിഷമം തോന്നുന്നത്. പിന്നെ ഇപ്പോൾ OTT വരുമ്പോൾ പറയും അത് ഭയങ്കര രസമായിരുന്നു എന്ന് പറയും. അതുപോലെ ഷാജോൺ അഭിനയിച്ചൊരു സിനിമയുണ്ട്, രാമേന്ദ്രൻ, റിട്ടയർഡ് SI CID രാമേന്ദ്രൻ. നല്ല സിനിമയായിരുന്നു. OTT വന്നപ്പോൾ ഒരുപാട് പേര് വിളിച്ചു ഭയങ്കര രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് തിയേറ്ററിൽ കണ്ടില്ല എന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തിയേറ്ററിൽ കാണാനുള്ളത് തിയേറ്ററിൽ തന്നെ കാണണം. OTT വരട്ടെ, അപ്പോഴും കാണാം. ഇതിൻ്റെ പ്രൊമോഷണൽ എലമെൻറ്റിലാണോ വ്യത്യാസം വരുത്തേണ്ടത്? പ്രൊമോഷണൽ എലമെൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഓഫ് അവർ കൺട്രി എന്ന് പറയുന്നത് നമ്മളുടെ കേരളമാണ്. ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ജനസാന്ദ്രതയിൽ നമ്പർ 1 ആയി. കേരളം അതിൽ ഒന്നാമനായി നിൽക്കുന്നു. ഇത്രയും ജനങ്ങളിലേക്ക് എത്തണ്ടേ? ഈ ഒരു ഏത് പ്രോഡക്റ്റും ആയിക്കോട്ടെ, അത് പ്രേക്ഷകരിലേക്ക് എത്തണ്ടേ? ചിലത് പേര് പോലും കേൾക്കാതെ പ്രേക്ഷകനെ അറിയണ്ടേ? പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എത്തിച്ചു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ പ്രേക്ഷകർ കണ്ടോളും. അത് എത്തിക്കണം. എത്തിക്കാതിരുന്നിട്ട് നമ്മൾ പ്രേക്ഷകരെ അറിഞ്ഞുപോലും ഇല്ല, ഇങ്ങനെ ഒരു സിനിമ വന്നതെന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് അറിയിക്കുക എന്നുള്ളതാണ്. ഒരു സിനിമ എന്ന് പറയുന്നത് എത്രയോ കോടികൾ മുടക്കി വരുന്ന ഒരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റ് നിസ്സാരം, നമ്മളിപ്പോൾ ഒരു സോപ്പായിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ചായപ്പൊടി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ മാർക്കറ്റിൽ ഇറക്കി അവിടെ ഷോറൂമിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇറ്റ് ഷുഡ് റീച്ച് ദി കൺസ്യൂമർ. അപ്പോൾ അതുപോലെ ഇത് എത്തണം ടു ദി പ്രേക്ഷകരുടെ ഇടയിലേക്ക്. ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, നൗ ഇറ്റ്സ് യുവർ വിഷ് ആൻഡ് വിൽ വെദർ യു വാണ്ട് ഇറ്റ് ഓർ നോട്ട് എന്ന് പറയുന്ന ഒരു അതുവരെ എത്തണം. യെസ്, ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ. ബെസ്റ്റ് 24th തിയേറ്ററിൽ റിലീസ് ആവുകയാണ്. പ്ലീസ് വാച്ച്. എല്ലാവരും കണ്ട് തിയേറ്ററിൽ തന്നെ കണ്ട് സിനിമ വലിയൊരു വിജയമാക്കണമെന്ന് പ്രേക്ഷകരോട് തന്നെ പറയണം. സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.